ഹലോ ഗേസ്, ശിശുദിനത്തിന് ഹന്നാൻ്റെ അംഗനവാടിയിൽ നിന്ന് ഉള്ള ജാഥയായിരുന്നു. ഇവരെല്ലാം നേരത്തെ വന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായിപ്പോയി. എളുപ്പം തന്നെ അവിടുന്ന് എല്ലാം ചെയ്ത് ഈ ബ്രൗൺ കളറുണ്ടല്ലോ, ബ്രൗൺ ആണ് ഇത് ഉണ്ടാക്കിയത്, വൈഫ് ഉണ്ടാക്കിയതാണ്. അതുപോലെ എല്ലാം പിള്ളേരുടെയും കയ്യിലിരിക്കുന്ന റോസാപ്പൂ ഉണ്ടല്ലോ, അതും വൈഫ് ഉണ്ടാക്കിയതാണ്. മറ്റേ പേപ്പറും ഉണ്ടേ, 15 എണ്ണം പറഞ്ഞു, 12 എണ്ണമേ ഉള്ളായിരുന്നു. പേപ്പർ തികഞ്ഞില്ല. 2-3 പിള്ളേർക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നടന്ന്, പിന്നെ പറഞ്ഞ് തിരിച്ച് നടക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുമോ. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിള്ളേർ ഓരോരുത്തരെ എടുത്ത് ഇച്ചിരി നടന്നപ്പോഴത്തേനും എൻ്റെ മോൻ ആദ്യം തന്നെ കരഞ്ഞിട്ട് ടീച്ചറിൻ്റെ തോളയിൽ കയറി ടീച്ചർ എടുത്തുകൊണ്ട് വരും. അവിടുന്ന് കുറച്ച് നേരം നടന്ന്, ഇവിടെ അടുത്ത് തന്നെ അംഗനവാടി, കുറച്ച് ബാക്കിലോട്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ഓട്ടോ വരുന്നുണ്ട്, അതിന് സൈഡ് കൊടുക്കാൻ വേണ്ടി. അത് ഈ ചുളുങ്ങി കിടക്കുന്ന നല്ല സദ്യയായിരുന്നു കേട്ടോ. അവിടെ സദ്യ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പായസം, സദ്യ, അതിനിടയ്ക്ക് ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അതിന് കേക്കില്ലായിരുന്നു, ലഡുവും. പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് 3 പെൻസിലും ഒരു എറേസറും വെച്ചിട്ട് ഒരു ഗിഫ്റ്റ്. അതുകൂടാതെ അതിനടുത്തുള്ളൊരു ബാങ്കിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ശിശുദിനത്തിന്. മറ്റേ വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അതെല്ലാവർക്കും. നല്ല സംഭവം. കമ്പനി പറയുന്നത് മിൽട്ടൻ്റെ മറ്റേ ചൂടിക്കുന്ന ഇതുണ്ടല്ലോ, സ്റ്റീലിൻ്റെ, അത് ഓരോരുത്തർക്ക് കൊടുത്തു. അംഗനവാടി എത്തി. ഇപ്പോൾ ഓരോരുത്തർക്ക് ലഡുവും അതുപോലെ സദ്യ എല്ലാം ഒരു ഓർഡർ ചെയ്ത് വരുത്തിച്ച. സദ്യ കഴിക്കുന്ന വീഡിയോ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ ജാഥ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് അകത്ത് ലഡു വിതരണം. നല്ലൊരു അംഗനവാടി കേട്ടോ. അവിടുത്തെ ടീച്ചറായാലും ആശാ വർക്കറല്ല, ഹെൽപ്പർ, നല്ല ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് പാട്ട് പാടും, ഒന്ന് പാടിപ്പിക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഹന്നാൻ. വൈഫ് പാട്ട് പാടും. No